നമസ്കാരം. പി ദിവ്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കുകയാണ്. ഒരു മധുര പ്രതികാരം വീട്ടിലാണെന്ന് വേണമെങ്കിൽ അതിനെ വിലയിരുത്താം. ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും വലിയ മാധ്യമ വേട്ടയ്ക്ക് ഇരയായ ഒരു സ്ത്രീയാണല്ലോ. അവർ ഇന്നിപ്പോ റിപ്പോർട്ടർ ചാനലിലെ കൺസൾട്ടിംഗ് എഡിറ്ററായിട്ടുള്ള അരുൺകുമാർ ഉൾപ്പെടെ 3 പേർക്കെതിരെ ദ്വയാർത്ഥ പ്രയോഗത്തിന് പോക്സോ കേസ് ചുമത്തിയതിന് പിന്നാലെ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്ന പോസ്റ്റ് ഇപ്പോൾ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട്. ഇതാണ് പറയുന്നത്: നിങ്ങൾ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തതിന് ശേഷം നിരപരാധിയാണെങ്കിൽ കൂടി വേട്ടയാടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങൾ ചെയ്ത പ്രവൃത്തിയിൽ ഒരു നീതി ഉണ്ടായിരുന്നെങ്കിൽ ആ നീതി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരിക്കും. ഒരു കാലത്ത് നിങ്ങളെ ആക്രമിച്ചവർക്കെതിരെ മറുപടി പറയാൻ നിങ്ങൾക്ക് അവസരമുണ്ടായിരിക്കും. എത്ര കൃത്യമാണ്! വലിയ കാലപ്പഴക്കമൊന്നും വേണ്ടി വന്നില്ല. ഏതാനും മാസങ്ങൾക്കകം അതിനുള്ള അവസരം ദിവ്യയ്ക്ക് വന്നിരിക്കുകയാണ്. അതായത് വളഞ്ഞിട്ടാക്രമിച്ച അതേ മാപ്രകൾ, അവർ വഹിച്ചിരുന്ന സ്ഥാനത്തെ തെറിപ്പിക്കാൻ വേണ്ടി ധാർമ്മികതയുടെ ക്ലാസ് എടുത്തിരുന്നവർ, അവർക്ക് നേരെ ഇപ്പോൾ വിരൽ ചൂണ്ടാൻ പറ്റുന്ന ഒരു അവസ്ഥ. അതായത് പി ദിവ്യയുടെ മുന്നിലേക്ക് ബോൾ എത്തിയിരിക്കുകയാണ്. ഇപ്പോ ഗോൾ പോസ്റ്റിൽ നിൽക്കുന്നത് അന്ന് കൊത്തിവലിച്ച മാപ്രകളും ധാർമ്മികതയുടെ ക്ലാസ് എടുത്ത അതേ മാപ്രകൾക്ക് മുന്നിൽ സോഷ്യൽ മീഡിയയിൽ അവർ കുറിച്ചിരിക്കുന്ന പോസ്റ്റ്. അത് കൃത്യമായിട്ടുള്ള ചോദ്യമാണ്. ഇന്നലകളിൽ മറ്റുള്ളവരുടെ വിഷയത്തിൽ ആധികാരികമായിട്ട് ചില ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ നിങ്ങൾക്ക് നേരെ വരുന്ന അതേ ചോദ്യങ്ങൾക്കും നിങ്ങളുടെ നേരെ വരുന്ന ധാർമ്മികതയോടും നിങ്ങൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് ഈ സമൂഹത്തിന് കാണാൻ കൂടിയുള്ള അവസരമാണ്. അപ്പോ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് നിങ്ങൾ ഒന്ന് കേൾക്കാം. റിപ്പോർട്ടർ ചാനലിലെ 3 മാധ്യമ പ്രവർത്തകർക്കെതിരെ പോക്സോ കേസ് എടുത്തിരിക്കുന്നു. ബ്രേക്കിംഗ് ഒന്നും കണ്ടില്ല. സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചേർന്ന പെൺമക്കളോട് പോലും കമന്റ് അടിച്ച് റേറ്റിംഗ് കൂട്ടാനുള്ള ശ്രമം. എന്ത് മാധ്യമധർമ്മമാണ്! തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോ പിന്നെ ഇനി എങ്ങനെയാ? കേസിൽ പ്രതി ചേർക്കപ്പെട്ടാൽ എന്തേ മാറി നിൽക്കുന്നതല്ലേ അതിന്റെ ധാർമ്മികത? അല്ല, ധാർമ്മികത കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമേ വേണ്ടതുള്ളൂ എന്നാണോ? സ്റ്റേഷനിൽ പോകുമ്പോഴും വരുമ്പോഴും ലൈവ് ഇടാൻ മറക്കരുത്. ആടിനെ പട്ടിയാക്കുന്ന, പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന ഗീബൽസിൻ കോട്ടിട്ട അഭിനവ ചാനൽ ജഡ്ജിമാരുടെ അവതരണ റിപ്പോർട്ടിംഗ് പ്രതീക്ഷിക്കുന്നു. അപാരമായ കഴിവുള്ള അവതാര സിംഹങ്ങൾ കുറെ അവിടെ ഉണ്ടല്ലോ. നിയമം നിയമത്തിന്റെ വഴിക്ക് പോവണം എന്നത് ശരി. എന്നാൽ കുറ്റവും ശിക്ഷയും വിധിക്കുന്നത് ചില ചാനൽ ജഡ്ജിമാരാണ്. ഒരു മൈക്കും ക്യാമറയും ഉണ്ടെന്ന് കരുതി എന്തും വിളിച്ചു പറയാമെന്ന കാലം കഴിഞ്ഞു. ഇവിടെ കോടതിയുണ്ട്, നിയമമുണ്ട്. അവർ തീരുമാനിക്കും ശരിയും തെറ്റും. ഒരു ഇരയ്ക്ക് ഈ വർത്തമാനം പറയാം. ഏതിരയ്ക്ക്? മാധ്യമ വിചാരണയുടെ ഇരയ്ക്ക്. ചെയ്ത തെറ്റെന്താണ്? ആത്മഹത്യാക്കുറിപ്പിൽ ഒന്നും പേരില്ലായിരുന്നു. അവർ ഒരു ഫയലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നീതി നിഷേധിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആ ഫയലിൽ പ്രത്യേക താല്പര്യത്തോടുകൂടി വെച്ച് വൈകിപ്പിച്ചു എന്ന ആരോപണം ഒരു വ്യക്തിയുടെ യാത്രയപ്പ് ചടങ്ങിൽ ചെന്ന് ഉന്നയിച്ച സന്ദർഭത്തിൽ പിന്നീട് ഒരു ആത്മഹത്യ ഉണ്ടാകുന്നു. ആ ആത്മഹത്യക്ക് പ്രേരണ ആരാണ്? പി ദിവ്യ എന്ന് ചാർത്തിക്കൊണ്ട് കുറ്റവും ശിക്ഷയും എല്ലാം ചാനൽ ജഡ്ജിമാർ അവരുടെ സ്റ്റുഡിയോ ഫ്ലോർ എന്ന കോടതിയിൽ ഇരുന്ന് വിധിച്ചു. ആ വിധിച്ചവർക്ക് നേരെ ഇന്നിപ്പോ അതേ മാതൃകയിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ അവരും തിരിച്ച ധാർമ്മികത സമൂഹത്തിനോട് കാട്ടണമെന്നേ. കാര്യം ഇരയാക്കപ്പെട്ടവർ ആ ചോദ്യം ഉന്നയിക്കുമ്പോൾ അത് ഇന്നലകളിൽ നിങ്ങൾ പറഞ്ഞ അതേ വാചകങ്ങൾ ബൂമറാങ്ങായി നിങ്ങൾക്ക് നേരെ വരികയാണ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഡയലോഗ് അടിക്കാൻ എളുപ്പമാണ്. എപ്പോഴെങ്കിലും സ്വന്തം നിലയ്ക്ക് അത്തരം സംഭവവികാസങ്ങൾ വന്നു ചേർന്നാൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ പ്രവർത്തിച്ച് കാണിക്കണം. കാര്യം ഈ ധാർമ്മികതാ ക്ലാസ് ഒക്കെ ഏതെങ്കിലും ക്യാമറകൾക്ക് മുന്നിലിരുന്ന് നാട്ടുകാർക്ക് എടുത്തു കൊടുക്കേണ്ട കാര്യമല്ല. നിങ്ങളിപ്പോൾ പിൻ പോയിന്റിൽ നിൽക്കുകയാണ്. നിങ്ങൾ ഇന്നലകളിൽ പി ദിവ്യയോട് പറഞ്ഞ കാര്യങ്ങൾ, പി ദിവ്യയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയ നേതാവ് എന്ത് ചെയ്യണതാണ് മാന്യതയെന്നും ആ ആത്മഹത്യയുടെ പാപഭാരം മുഴുവൻ അവരുടെ തലയിൽ കെട്ടിവെച്ചു. കാര്യം അവർക്കുണ്ടായ ഒരു ദുരനുഭവത്തെക്കുറിച്ച് പരസ്യമായി പ്രതികരിച്ചു എന്ന തെറ്റിന്റെ പേരിലാണ്. അങ്ങനെ ചെയ്തൊരു സംഭവവികാസത്തിൽ ഈ രീതിയിൽ മാധ്യമ വിചാരണ നടത്തിയവർ ഇന്നിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായി അവർ തിരിച്ചുന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അത് വാക്കുകളിലല്ല, പ്രവൃത്തികളിലായിരിക്കുന്നതായിരിക്കും കുറെ കൂടി ഉത്തമം. കാര്യം ഇന്നലകളിൽ അവരെ മാറ്റാനോ അല്ലെങ്കിൽ അവരുടെ സ്ഥാനം തെറിപ്പിക്കാനോ കാണിച്ച ആവേശം ഇന്നിപ്പോ അതേ സ്ഥാനത്ത് നിങ്ങൾ വന്നു നിൽക്കുമ്പോൾ സ്വാഭാവികമായി നേരിടണ്ടേ? ഇങ്ങനെ ഒരു അവസ്ഥ ഫേസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് കേൾക്കാതെ നിങ്ങൾക്ക് നേരെ വിമർശന ശരങ്ങൾ വരുമ്പോൾ എന്താണ് ആ അവസ്ഥ നേരിടുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ എന്തെന്ന് മനസ്സിലാക്കാൻ കൂടിയുള്ള അവസരമാണിതെന്ന് പറയേണ്ടി വരികയാണ്. അതിന് ഉതകുന്ന വാചകങ്ങൾ തന്നെയാണ് പി ദിവ്യ സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരിക്കുന്നതെന്ന് പറയേണ്ടി വരികയാണ്.